ആക്ഷൻ എൻ്റെ വാക്ക് പെർഫെക്റ്റ് ആണ്, ഫുള്ള് പെർഫെക്റ്റ് ആണ്, എനിക്ക് ഇഷ്ടമായി. എല്ലാവർക്കും അറിയാം ഞാൻ നല്ല ഫേമസ് ആണ്. വെൽക്കം ടു മസ്താനി മസ്താനി. ആൻസർ റിവീലേ പറ്റില്ല സാറില്ല. മാർവൽസ് ഇംഗ്ലീഷ് അല്ലോ, മലയാളം മനസ്സിലല്ലോ. ബെസ്റ്റ് നല്ല നിന്റെ മൂവി നല്ല രസമുണ്ട്. നസാൻ ബിൻ നജ്മൽ. മലയാള സിനിമയ്ക്ക് ഈ പേരും മുഖവും പുതിയതാണ്. എന്നാൽ UAE-ക്കാർക്ക് അതങ്ങനെയല്ല. ഈ കൊച്ചുമുറുക്കൻ വളരെ സുപരിചിതനാണ്. ജൂനിയർ മൈക്കിൾ ജാക്സൺ എന്ന പേര് വാങ്ങി ഫാഷൻ ഇൻഡസ്ട്രിയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 8 വയസ്സ് മാത്രം ചെറുപ്പമുള്ള കൊച്ചുമിടുക്കൻ. ഇന്നിപ്പോൾ വിനീത് ശ്രീനിവാസനെ പോലുള്ള ഒരു വലിയ സക്സസ്ഫുൾ ഡയറക്ടറിൻ്റെ പുതിയ സിനിമയായ കരം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ പ്രധാന വേഷത്തിൽ നസാൻ തൻ്റെ ആദ്യ സിനിമ എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഹായ് നസാൻ. ഹായ്. ഹായ്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ പുതിയ സിനിമയിൽ കരത്തിലൊരു വളരെ മെയിൻ വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിലീസിനോട് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ഹാപ്പിയാണ്. ഇപ്പോൾ എങ്ങനെയാണ്, ആളുകളൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കുന്നു? ആളെനിക്ക് ആക്ഷൻസ് കാണിച്ചു തരുന്നത്, എന്നിട്ട് പറയൂ ഈ ആക്ഷൻസ് ചെയ്യാൻ, എനിക്ക് നല്ല ഹാപ്പിയായി. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നു? ഫ്രണ്ട്സൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ? എല്ലാവർക്കും കുറച്ച് കുട്ടികൾക്ക് അറിയാം. അതെ, നമ്മൾ ട്രെയിലറൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു സംസാരമായിട്ടുണ്ടാവില്ലേ? ക്ലാസ്സിലൊക്കെ ഒരു ഹീറോ ആയിട്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒന്നുമില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒന്ന് ഫ്രണ്ടിനെ കാണിച്ചു തോന്നുന്നു ഇന്നലെ. ഇന്നലെ ഒന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പിയായി. പറഞ്ഞ സീക്രട്ടാണ്. എല്ലാം സീക്രട്ട് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ റിലീസിനോട് ചേർന്ന് വരുന്ന ദിവസങ്ങളാണ്. ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ റിലീസ് വരികയാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ഇത്രയും നാളും ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുകൾ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് വീഡിയോകളും വൈറലായിട്ടുണ്ട്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എന്താണ് ആ ഒരു ഫീല് തോന്നുന്നത്? എക്സൈറ്റഡ് ആണ്. വിനീതങ്ങളുടെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടമാണ്. അതെ. നമ്മൾ ഈ കരം സിനിമയിലേക്ക് എത്തിപ്പെട്ട എങ്ങനെയാണ്? ഞാൻ എൻ്റെ മദർ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നോബ്ലങ്ങനും വിനീതങ്ങനും നിഷാക്കങ്ങനും ദുബായിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് മീറ്റ് ചെയ്ത് ഓഡിഷന്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് ആക്ടിങ് ഒക്കെ കാണിച്ചു തരാൻ. അപ്പോൾ ഞാൻ കാണിച്ചു തന്നപ്പോൾ കിട്ടി. ദുബായിൽ വെച്ച് കാസ്റ്റിങ്ങിലൂടെയാണ് അവർ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ആക്ട് ചെയ്ത് കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട്. ദുബായിൽ വെച്ച് വേറൊരു ആക്ടറെ കൂടി ഈ സിനിമയിലേക്ക് സെലക്ട് ചെയ്തിരുന്നത് ആരാണെന്നറിയോ? ആണോ? അതെ അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച്. ആളുമായിട്ടുള്ള സീക്വൻസ് ആളെങ്ങനെയാണ്? കമ്പനിയാണോ? എന്ത് പഠിക്കാൻ പറഞ്ഞത്? എന്തോ ബുക്സ് ആളുടെ സ്ഥിരം കോച്ചിങ് ആക്ടിങ്ങിലും ഉണ്ടായിരുന്നു. ബുക്സിന്റെ ഒരാളാണ്. സെറ്റിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ പഠിക്കാൻ പറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിനീതങ്ങൾ എങ്ങനെയാണ്? ഈ പറഞ്ഞ നമ്മൾ ഈ ഇന്റർവ്യൂവിലും പുറത്തൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഫണ്ണായിട്ട് ചിരിച്ച് നിൽക്കുന്ന ഒരാളാണോ, അതോ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളാണോ? എങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് സജഷൻസ് പറയുമ്പോൾ അങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നോ? നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിനീതങ്ങളുടെ ഡോട്ട് വന്നപ്പോൾ ഈ ആക്ഷൻസ് ഒക്കെ പറയൂ, ഇതൊക്കെ ചെയ്യാൻ നല്ല ഹെൽപ്ഫുള്ളാ. ഓക്കെ. ഷൂട്ട് നടന്നത് എവിടെയൊക്കെയായിരുന്നു അറിയാം? ജോർജിയയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. വേറെ എവിടെയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്? അസർബൈജാൻ ബോർഡും റഷ്യൻ ബോർഡേഴ്സ്, ഹിമാചൽ. അപ്പോൾ ഇവിടേക്ക് പോയിട്ടുണ്ടോ? അസർബൈജാനിൽ റഷ്യയിലോ ഇല്ല, പോയിട്ടില്ല. ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്. ജോർജിയയിൽ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലൈമറ്റും കാര്യങ്ങളും? തണുപ്പാണ്. എങ്ങനെ അപ്പോൾ തണുപ്പത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് കംഫർട്ടബിൾ ആയിരുന്നോ? ഷാജോനങ്ങളായിട്ട് എങ്ങനെയായിരുന്നു? ഷാജോനങ്ങൾ ഭയങ്കര സീനിയർ ആയിട്ട് മലയാള സിനിമ ഒരുപാട് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആളായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പേടിപ്പിക്കുന്ന ആ ക്യാരക്ടർ പേടിച്ചു പോയി.
അപ്പോൾ സോങ്ങിലൊക്കെ നസാൻ്റെ ഒരുപാട് ഷോട്ടുണ്ട്, നിങ്ങൾ പോണ ജേർണി, നിങ്ങളുടെ ട്രാവൽ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അങ്ങനെ ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണോ മൂവിയിൽ വരുന്നത്? ആൻസർ റിവീൽ ആയിട്ടില്ല, വിനീത് അങ്ങനെ ചോദിച്ചത്. എല്ലാവരും സ്ട്രിക്റ്റ് ചെയ്ത് വെച്ചേക്കണം, ഇപ്പോൾ ഒന്നും പറയാൻ പാടില്ല അത്. ഇപ്പം നസാനെ ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാഷൻ ഷോകൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ TV ന്യൂസ് ചാനലുകൾ വന്നിട്ടുണ്ട്, പേപ്പർ ആഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ റൊട്ടീനുകൾ, എന്തൊക്കെയാണ് പ്രാക്ടീസുകൾ ചെയ്യുന്നത്? ഞാൻ ഫാഷൻ ഷോ ഒക്കെ ചെയ്യും, ഷോർട്ട് ഫിലിംസും ആഡ്സ് ഒക്കെ ചെയ്യും. പിന്നെ ട്രെയിനിങ് ഒക്കെ ആരെങ്കിലും ട്രെയിനറായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടോ പേഴ്സണലി? അജിയങ്ങളും വിനാഷ് അതുലങ്ങളും. ഇവർ രണ്ടുപേരും ട്രെയിൻ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും, ആക്ടിങ്ങിനും ഫാഷൻ ഷോക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആഡുകൾ ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ബ്രാൻഡുകളിൽ ചെയ്തിട്ടുണ്ട്? ഞാൻ ഫിലിപ്സ് ഒക്കെ ചെയ്ത്, അബുദാബി പോലീസ് ഒക്കെ ചെയ്ത്, വൈറ്റ് ലൈൻ ചെയ്ത്, ബിലേഡ് ചെയ്ത്, എക്സ്പോ, അഡ്നോക്ക്. അപ്പോൾ ഒരുപാട് ആഡുകൾ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര വർഷമായത് ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്തത്? 5 ഏജ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ 8 ഇയേഴ്സിലെത്തിയിട്ടുണ്ട്. വേറെ എന്തൊക്കെ സപ്പോർട്ടിങ് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്? വല്ല വേറെ ക്ലാസ്സുകളോ കോഴ്സസുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്, ഡാൻസ്, ബോക്സിങ്, ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഈ മൂവിയുടെ പുറകെ ഒരുപാട് ദിവസം 40 ദിവസത്തോളം ഷൂട്ടും ഈ പറഞ്ഞ ആഡും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് റെഗുലർ ക്ലാസ്സുകളൊക്കെ മിസ്സാവില്ലേ? ഇപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങനെ സപ്പോർട്ടീവായിട്ടാണോ നിൽക്കല്? എങ്ങനെയാണ് ലീവ് കാര്യങ്ങൾ, ഈ പോർഷൻസുകൾ കംപ്ലീറ്റ്, അതൊക്കെ എങ്ങനെയാണ്? എല്ലാവരും നല്ല സപ്പോർട്ടീവാ. ടീച്ചേഴ്സ് സപ്പോർട്ടീവ്, ഫ്രണ്ട്സൊക്കെ സപ്പോർട്ടീവ്, പ്രിൻസിപ്പളും സപ്പോർട്ടീവ്, എല്ലാവരും സപ്പോർട്ടീവ്. അപ്പോൾ ഇത്രയും ദിവസം ഷൂട്ടിൽ ഭയങ്കര കമ്പനി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ആരുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്? വിശാഖങ്ങളായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമ്പനി. പിന്നെ വിനീതങ്ങളും നോബിളങ്ങളും, ഇവർ രണ്ടുപേരായിട്ടും കമ്പനി. വിശാഖങ്ങൾ എനിക്ക് ഐസ്ക്രീം ഒക്കെ അടിക്കാറുണ്ട്, ജ്യൂസ് ഒക്കെ അടിക്കാറുണ്ട്. വിനീതങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആക്ഷൻസ് ഒക്കെ പറയും ഫുള്ളി. പിന്നെ നോബിളങ്ങളിൽ ഞാൻ അവരുടെ ഫാമിലിനായിട്ട് എന്നിട്ട് ഹാങ് ആട്ടിയോ. പിന്നെ വിനീതങ്ങളുടെ ഫാമിലിയും പറയാ നിങ്ങൾ പുറത്തൊക്കെ പോകും, ചില്ല് ചെയ്യരുത്. ഭയങ്കര എൻജോയ് ചെയ്താണ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. വേറൊരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്താണ്? പല്ലെന്താ പറ്റിയേ? 2 പല്ല്. ഓ, ഷൂട്ടിന്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്തത്, എന്താണ് പ്രശ്നം എന്തായിരുന്നു? എന്നെ കുറെ നേരം എലിഗർന്ന്, അപ്പൊ അവിടെ പേടിച്ചിട്ട് കണ്ടിന്യൂറ്റി പോകുന്നുള്ള പേടിയില് നാവിനെ ആക്കിയിരുന്നു, അപ്പൊ അത് പോവില്ല. ഓക്കെ, പക്ഷെ അവിടെ കാണാൻ പറ്റില്ലത്. അപ്പൊ ഈ പല്ലൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? എനിക്ക് ഹാർഡായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ലൈറ്റ് മാത്രം, ജ്യൂസും ഐസ്ക്രീമോ ഒക്കെ കഴിക്കട്ടു. എന്നാലും ഐസ്ക്രീം കഴിക്കും. 1 ദിവസം ഞാൻ 6 ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഈ ഷൂട്ടിംഗ് ഷെഡ്യൂളുകളൊക്കെ എങ്ങനെയാണ്? ഡേ ടൈം മാത്രമാണോ ഷൂട്ട് നടക്കൽ, എങ്ങനെയാണ്? ഡേ ടൈം ഇല്ല, ഈവനിങ് നൈറ്റൊക്കെ ചെയ്യും. അത് എന്നെ വിളിക്കും, ഈ മോർണിംഗ് നൈറ്റ്സിൽ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ വിളിക്കും. അപ്പോൾ കുറേ സീൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ദിവസമായി ഷാറുഖ് ഖാനും സുന്ദർജി എന്നിട്ടങ്ങനെ അവർ 4 ദിവസം എൻ്റെ പല്ല് നോക്കും, ഈ പല്ല് ആടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. പൊട്ടിയുണ്ടോ പറയോ. ലാസ്റ്റ് ഡേ ഇപ്പോൾ എൻ്റെ പല്ല് ഞാൻ പൊട്ടിച്ച് 2 പല്ല് പൊട്ടി. ഷൂട്ട് കഴിച്ചപ്പോൾ തന്നെ പൊട്ടി? ഷൂട്ട് പോസ്റ്റ് ഇപ്പോൾ അവരായിരുന്നു കണ്ടുപിടിച്ചത്. ഞാൻ ഇന്നെ വെറുതെ ചെയ്യുമ്പോൾ 2 പല്ല് പറയും. അപ്പം നീ ഷൂട്ടിൽ പോകുന്ന സമയത്ത് തന്നെ രാവിലെ ആയിരിക്കുമല്ലോ ഷൂട്ടിന് പോവാ, അപ്പം നിന്റെ പോർഷൻ ഷൂട്ടില്ലാത്ത ഷെഡ്യൂൾ സമയത്ത് എന്തായിരിക്കും ചെയ്യാ? ഞാൻ വിനീതനും പിന്നെ ജോമോൻ ചേട്ടനായിട്ട് അവിടെ ഇരിക്കും. ഈ ക്യാമറ എന്താ TV പോലത്തെ സാധനം അവിടെ നോക്കും. ഞാൻ ക്യാമറ എടുത്ത് നല്ല ഇൻട്രസ്റ്റ് ആയി. ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഭാവിയിലേക്ക് ഇനിയിപ്പോൾ ആ ഒരു സെഗ്മെന്റിലേക്ക് കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും? അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വിമ്മിങ്ങിൻ്റെ കൂടെ ക്യാമറ വർക്ക് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമാണ്. എൻ്റെ ഫാദറിനടുത്ത് ക്യാമറ എടുക്കും. ഓ, ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാമറ ഒക്കെ വാങ്ങിച്ചു തരാനൊക്കെ പറഞ്ഞത്? എനിക്ക് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ട്? ഞാൻ ഉണ്ടാക്കിയതാ. ഓ, എൻ്റെ തന്നെ പിക്ചേഴ്സിൻ്റെ ഞാൻ കാണിക്കാൻ.
ഇന്റർവ്യൂ ഒക്കെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിംസ് ഒക്കെ കളിക്കാൻ ഒക്കെ ചെയ്യും. സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലൈവ് വേണ്ടിയിട്ട് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ. ലൈവ് സ്ട്രീമിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉം. പക്ഷെ അപ്പോൾ ഒരുപാട് പ്ലാനുകളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ പ്ലാനൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനൽ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് ആക്ടിങ് കാര്യങ്ങൾ, ഹോബീസ് എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുവരാനാണ് പ്ലാൻ. ഇനി എന്താണ് എക്സ്പെക്റ്റഡ്, എന്താണ് എന്തിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ആഗ്രഹം ഒരു ബിഗ് സ്ക്രീനിൽ മൂവിയിലേക്ക് എൻ്റർ ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു ഡ്രീം എന്നുള്ള രീതിയിൽ എന്താണ്? എൻ്റെ മുദ്ര പറഞ്ഞ് ഈ എന്നെ വിളിച്ചാലുണ്ടാവും. ലോകയിലെ നെസ്ലിൻ്റെ ക്യാരക്ടർ ചാപ്റ്റർ 2 നെസ്ലിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കണമെന്ന്. പക്ഷേ അങ്ങനെ മൂവീസൊക്കെ കാണലുണ്ടോ? എല്ലാ മൂവീസും കാണലുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഏത് മൂവിയാണ് ഏറ്റവും ഇഷ്ടമായത്? അപ്പോൾ അങ്ങനത്തെ ഒക്കെ മൂവിയിലേക്ക് ചെയ്യാനാണോ താല്പര്യം? ഇപ്പോൾ സൂപ്പർ ഹീറോ ഫാനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ അതാണ്. സ്പൈഡർമാനാണ്. മാർവൽ സെഗ്മെന്റിലാണ്. സെലിബ്രിറ്റീസിനോടൊക്കെ അഭിനയിക്കാൻ നേരത്ത് പേടിയായിരുന്നോ? കാരണം ഈ സ്റ്റാർസുകളൊക്കെ നമ്മൾ ടി വിയിൽ കണ്ട സ്റ്റാർസുകൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോട് അഭിനയിക്കാൻ വേണ്ടി പേടിയുണ്ടായിരുന്നോ? പേടില്ല. പക്ഷെ ഞാൻ അവരിനായിട്ട് ഉറക്കാനുണ്ട്. ഞാൻ കാൽതൽമേറിനായിട്ട് കുറച്ച് ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജുമാനി കാൽമിഷാസം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ആയിട്ട് ആഡുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി നമുക്ക് ഈ സെലിബ്രിറ്റി ഫിയർ എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഇല്ല. ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഈ ഫാഷൻ ഷോക്കും റാംബോക്കുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂവിയിൽ അഭിനയിക്കുന്നതാണോ അതല്ലെങ്കിൽ ഫാഷൻ റാംബോക്കുകൾക്ക് വേണ്ടി പാട്ട് ഏതാണ് കൂടുതൽ ടഫ്? ഏതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? എനിക്ക് രണ്ട് ഇഷ്ടമാണ്. ഈ ഫാഷൻ ഫാക്ടർ ഷോ മോഡലായിട്ട് AMRന്റെ മോഡലായിട്ട് ഫാഷൻ ഫാക്ടറിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഈ ഫാഷൻ സെഗ്മെന്റിൽ എന്താണ് ഒരു ഡ്രീം? ഇപ്പം മൂവിയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ലോക പോലുള്ള മൂവിയിൽ അഭിനയിക്കാനാണ്. ഇപ്പം ഫാഷൻ സെഗ്മെന്റിൽ എന്താണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡ്രീം ആയിട്ട് വെച്ചിരിക്കുന്നത്? എനിക്ക് ന്യൂയോർക്ക് ഫാഷൻ വീക്കും പാരീസ് ഫാഷൻ വീക്കിന്റെ ഡ്രീമാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നടക്കുക ഡ്രീം. ഓക്കെ, അവിടെ ഓക്കെ ഉള്ളതാണ് ഡ്രീം. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളം മൂവീസൊക്കെ കാണില്ലേ? അപ്പോൾ ആരാണ് ഫേവറേറ്റ് സ്റ്റാർ? മമ്മൂട്ടി പിന്നെ മോഹൻലാൽ. മമ്മൂട്ടി മോഹൻലാലുമാണ്. എൻ്റെ ഡ്രീമാണ് അവരോട്ട് അഭിനയിക്കാനും ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല ഇഷ്ടം. അപ്പോൾ ഒരുപാട് ഡ്രീമുകൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. കുറേ ഡ്രീംസ് ഒക്കെ ഒരുപാട് ഡ്രീമുകളുണ്ട്. ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ സക്സസ്ഫുൾ ആക്കണം. ഇനി ഇന്റർനാഷണൽ ഫാഷൻ ഷോകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലിലൂടെ അഭിനയിക്കണം. സൂപ്പർ ഹീറോ മൂവീസുകൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രീമുകൾ കൊണ്ടാണ് പോണത്. അപ്പോൾ എന്തായാലും എല്ലാ ഡ്രീമുകളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസാന് വളരെയധികം സാധിക്കട്ടെ. ഇനി ഒരു വലിയൊരു സൂപ്പർ ഹീറോ മൂവിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇതേപോലെ ഇരിക്കാൻ വീണ്ടും സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.